ഇന്നലെ മോളെ ഉപദ്രവിച്ച ആളെ മോള് കണ്ടോ? ഞാൻ ആരെയും കണ്ടില്ല. മോൾ ഒച്ച വെച്ചപ്പോഴാണോ അയാൾ പോയത്, അതോ ആരെങ്കിലും മോളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തായിരിക്കോ? അത് അയാളോട് പോയി ചോദിക്കേ, എനിക്കെങ്ങനെ അറിയാനാ? അന്ന് ആ വീട്ടിലേക്ക് രാത്രി ആരെങ്കിലും വരുന്നത് അമ്മയെ കണ്ടായിരുന്നു? അമ്മയെ പലതും കാണുന്നുണ്ട്, എനിക്കറിയാം. സിസ്റ്റർ, എനിക്കൊന്ന് ഉറങ്ങണം. സോറി ഫാദർ, അമ്മയെ അങ്ങനെയാണ്. പേരൻസിൻ്റെ സ്നേഹവും കെയറും കിട്ടാത്തതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അവൾക്ക്. സിസ്റ്റർക്ക് അമ്മയോടൊരു പ്രത്യേക സ്നേഹമുണ്ടല്ലേ? ഉണ്ടെന്ന് കുട്ടിക്കോട്. ഇന്നലത്തെ സംഭവത്തെപ്പറ്റി സിസ്റ്റർക്ക് എന്താണ് തോന്നുന്നത്? അത് അമ്മയെ ആയതുകൊണ്ട്. അതുകൊണ്ട് അവളുടെ തോന്നലാകാം എന്നാണോ? ഇതാ അതാണ് അവളുടെ കട്ടില്. ഇത് ഈ ജനലിലെ തുരുമ്പ് തന്നെയാണ്. അപ്പോൾ അവളുടെ ഒരു തോന്നലായിരുന്നില്ല? അല്ല, കൊലപാതക ശ്രമം തന്നെയായിരുന്നു. അവൾ എന്തെങ്കിലും സംസാരിച്ചേക്കുമോ എന്ന് ഭയപ്പെടുന്ന ഒരാൾ അവളുടെ പിന്നാലെ ഉണ്ട്. ഇന്ന് ഒരു കാര്യം മനസ്സിലായി, ആലാട്ട് വീട്ടിൽ അവസാനമായിട്ട് നടന്ന മരണം ഒരു കൊലപാതകം. ഇതുവരെ സമർത്ഥമായിട്ട് നീ ആ കൊലയാളിക്ക് ആ രാത്രി ഒരു തെറ്റുപറ്റി. തെറ്റോ? അമയ ഗബ്രിയിൽ അന്ന് രാത്രി കൊലപാതകം കണ്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ മൊഴി മൂലമായിരിക്കും അവൻ ഇനി നിയമത്തിന് മുമ്പ് വരാൻ പോകുന്നത്. അമ്മയുടെ നാവിൽ നിന്ന് നമുക്കൊരു അക്ഷരം പോലും കിട്ടില്ല. പിന്നെന്താണ് ഒരു വഴി? ഈ ഓർഫനേജിന് ചുറ്റുമുള്ള വീടുകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ CCTV ഫുട്ടേജ് എടുക്കും. അവൻ ഇനിയും ട്രൈ ചെയ്ത് വിടുന്നില്ല. അതുകൊണ്ട് സാറിൻ്റെ ഒരാൾ അവളെ എപ്പോഴും വാച്ച് ചെയ്യാനുണ്ടാവും. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഞാൻ ജെസ്സി, പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന. ഓ, ഡാലിയ ടീച്ചർക്ക് പകരം അല്ലേ? ആ അതെ. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാനുണ്ടായില്ല. മാനേജർ അച്ഛനാണല്ലോ ഇൻ്റർവ്യൂ ചെയ്തത്. ഇതാ ഇതിലൊന്ന് സൈൻ ചെയ്തോളൂ. 6th Bയിലാണ് ആദ്യത്തെ ക്ലാസ്. ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരായിരുന്നു. അത് കുഴപ്പമില്ല ഫാദർ. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ പുതിയ മാത്സ് ടീച്ചറാണ്, ജെസ്സി. അപ്പൊ ഡാലി ടീച്ചറോ? ഡാലി ടീച്ചർക്ക് പകരാണല്ലോ ഞാൻ വന്നത്. എന്തേ, ഡാലി ടീച്ചർ അത്ര ഭംഗിയില്ല എന്നാണോ? അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇരിക്കെ. ഡാലി ടീച്ചർ കറക്റ്റ് ചെയ്തത് നിങ്ങളുടെ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇത് തരുമ്പോൾ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടോളാം. നീരജ് അശോകൻ 42, അലൻ ജോണി 35, അമയ ഗബ്രിയേൽ 1. അയ്യേ, എന്തിനാ കരയുന്നത്? മാർക്ക് കുറഞ്ഞിട്ടാണോ? അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയാൽ പോരെ. സാരമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം. പോയിരുന്നോ? ഫാദർ, CCTV വിഷ്വൽസ് എല്ലാം പരിശോധിച്ചു. ആലാട്ട് വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടിയ അതേ റിസൾട്ട് തന്നെ. ഒരു ക്ലൂവും കിട്ടിയില്ല. ആ കുട്ടിയില്ലേ അമയ, അവൾ പിന്നെ ഓർഫനേജിൽ നിന്ന് എപ്പോഴെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ? ഇല്ല, അതിനുശേഷം ആ കുട്ടി പുറത്തു പോയിട്ടില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് മിസ്. ഹാപ്പി ബർത്ത്ഡേ മനീഷ്.
എല്ലാവർക്കും ഞാൻ കൊടുത്തോളാം. നീ ക്ലാസ്സിൽ പോകും. ജെസ്സി, വി ഹാവ് ടു ബി സ്ട്രിക്റ്റ്. ഇല്ലെങ്കിലുണ്ടല്ലോ ഇതുങ്ങൾ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. എന്താ മയ്യ? കണ്ടില്ലേ അഹങ്കാരം. ഞാൻ ആൻസർ ഷീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഈ കുട്ടിയെ കണ്ടിരുന്നു. ഭയങ്കര സൈലൻ്റ് ആയിരുന്നല്ലോ അപ്പോൾ. എൻ്റെ ജെസ്സി ആദ്യം കാണുമ്പോൾ പാവാന്നൊക്കെ തോന്നും. എൻ്റെ 15 വർഷത്തെ സർവീസിൻ്റെ ഇടയ്ക്ക് ഇത്രയും കുരുത്തം കെട്ടൊരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ഒരക്ഷരം പഠിക്കില്ല. വല്ലതും ചോദിച്ചാൽ ഒന്നും മിണ്ടാതെ ഒരേ നിപ്പ. ഇവിടുത്തെ ഓർഫനേജിലെ കുട്ടിയാ. ആ ഒരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും ചൂട്ടുപിടിക്കുന്നത് ആ സിസ്റ്ററാണ്. സ്വന്തം മോളാണെന്നാ വിചാരം. ദാ കുട്ടായി. ഇന്നും പുറത്താക്കിയോ? എന്നാ? ആഹാ, അപ്പൊ ചിരിക്കാനൊക്കെ അറിയായില്ലയോ? ദേ പോയി. കഴിഞ്ഞ ആഴ്ച എലിസബത്ത് എന്നെ വന്ന് കണ്ടിരുന്നു, വിൽപ്പത്രം തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ അതവർ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഇപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. പക്ഷേ ഒരു സൂയിസൈഡ് ടെൻഡൻസി അവരിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്ങനെയൊക്കെയാണ് വിൽപ്പത്രം എഴുതിയിട്ടുള്ളത്? പ്ലാന്റേഷനും പത്രസ്ഥാപനവും അടക്കം എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം ഇനി ഒരു ട്രസ്റ്റിനാണ്. എലിസബത്തിൻ്റെ അമ്മായിയപ്പൻ മരിച്ച ജോസഫ് ആലാട്ടിൻ്റെ പേരിലുള്ളതാണ് ഈ ട്രസ്റ്റ്. എലിസബത്തിൻ്റെ മരണത്തോടെ ആ ട്രസ്റ്റിന് നിയമസാധുത വരികയും ചെയ്തു. പിന്നെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പും തൊഴിലാളികളുടെ ശമ്പളമൊക്കെ മാനേജ് ചെയ്യണമല്ലോ. ആരൊക്കെയായി ട്രസ്റ്റിലുള്ളത്? എലിസബത്തിന് ഏറ്റവും വിശ്വാസമുള്ള കുറച്ച് പേര്.